ടി ഒക്കെ വെച്ച് അങ്ങനെ രണ്ടാളും പാത്രങ്ങളെല്ലാം തേച്ച് കഴുകുന്ന നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ആശ്വൻ്റെ സ്കൂളിൽ ഇന്ന് സ്പെഷ്യലായിട്ട് ടൊമാറ്റോ റൈസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ പോകുന്നത്. ബാക്കി വിശേഷം വീഡിയോയിലൂടെ കാണാം. എല്ലാവരും നിറഞ്ഞുണ്ട്. ഉച്ചഭക്ഷണ മെനു പരിഷ്കരിച്ചതിൻ്റെ ഭാഗമായി ഇന്ന് ടൊമാറ്റോ റൈസാണ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച ഫ്രൈഡ് റൈസ് ആയിരുന്നു. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും ഈ വെറൈറ്റി രീതിയിലുള്ള മെനു നടപ്പിലാക്കാനാണ് നമ്മൾ ഉച്ചഭക്ഷണ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിശ്ചിത ആളുകൾ സഹായിക്കാൻ PT എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെയും ക്ലാസ് PT പ്രസിഡന്റുമാരായിട്ടും 4-5 പേര് സഹായിക്കാൻ വേണ്ടിയുള്ളൊരു ചുമതല കൂടി നമ്മൾ നടത്തുന്നുണ്ട്. അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തലേദിവസം തന്നെ തീരുമാനിച്ച് 2 ആളുകൾ നിശ്ചയിക്കുകയാണ് പതിവ്. ഇന്നും അതുപോലെ വളരെ ഭംഗിയായി PTA സഹകരണത്തോടു കൂടിയാണ് ടൊമാറ്റോ റൈസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് വളരെ ആവേശത്തോടു കൂടിയാണ് അവരിത് സമീപിക്കുന്നത്. കാരണം സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്ന രീതിയിലൊരു മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അരിയാണ് സ്കൂളിൽ ഉപയോഗപ്രദമായ അരി തന്നെയാണ് ഉപയോഗിക്കുന്നത്. എങ്കിലും അത് സ്വാദിഷ്ടമാക്കാൻ വേണ്ടി നമ്മളതിൻ്റെ ചേരുവകൾ ചേർക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അത് സ്വാദിഷ്ടമായി മാറുന്നത്. അപ്പോൾ ഫ്രൈഡ് റൈസും ടൊമാറ്റോ റൈസും ഒരു പരിധിവരെ അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും അത് പരിഷ്കരിച്ച മെനു നടപ്പിലാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ലെമൺ റൈസ്, അതുപോലെ കോക്കനട്ട് റൈസ്, വെജിറ്റബിൾ ബിരിയാണി, ഇതൊക്കെയാണ് നമുക്കിനി അടുത്ത ആഴ്ചകളിലായിട്ട് പരീക്ഷിക്കാനുള്ളത്. അപ്പോൾ ഈ മെനു പൊതുസമൂഹവും കുട്ടികളും ഈ ഒരു മാറ്റം വളരെ ആവേശപൂർവ്വമാണ് കണ്ടിട്ടുള്ളത്. അത് കൂടുതൽ സ്വാദിഷ്ടമാക്കാൻ നമുക്ക് PTA സഹകരണം പ്രയോജനപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. കാരണം പരിമിതമായ ഫണ്ട് ആണ് ഉള്ളതെങ്കിലും നമുക്ക് PTA സഹകരണത്തോടു കൂടി ഇത് മെച്ചപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ ഇത് നമുക്ക് സ്വാദിഷ്ടമാക്കാനും കുട്ടികൾക്ക് ഗുണപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ. ഏതായാലും ഈ ഒരു മെനു മാറ്റിയതുകൊണ്ട് തന്നെ അതിൽ കുട്ടികൾ അത് ഭക്ഷണം കഴിക്കുന്നതിൽ സ്വാദോട് കഴിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. PTA ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ സഹകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്കൂളിനുണ്ടായ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഏതായാലും ഉച്ചഭക്ഷണ മെനു പരിഷ്കരിച്ചത് മൂലം PTA പോലും ശക്തിപ്പെടാൻ ഒരു വഴിയൊരുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഏതായാലും അടുത്ത ആഴ്ചയിലും അടുത്ത ആഴ്ചയിൽ ഒരു മാസം കഴിയുമ്പോൾ മാത്രമാണ് നമ്മളിതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നടത്തി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അവലോകനം നടത്തി നമുക്കിത് ഇതിനെ എങ്ങനെയൊക്കെ തുടരണം, അതുമാതിരി ഇതെങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്തണം എന്നതുമായുള്ള ചർച്ചകളൊക്കെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ടൊമാറ്റോ റൈസ് കുട്ടികളൊക്കെ നല്ല ആവേശപൂർവ്വം സ്വാദിഷ്ടമായ ഒരു അനുഭവം അവർക്ക് ഉണ്ടാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഇന്നത്തെ അനുഭവം. ആശ്ലിയും കുറേ ചങ്ങായിമാറും ചോറും വാങ്ങി പോക്കാന്ന്. എന്തുണ്ട് ചോറ്? എന്തുണ്ട് എന്തുണ്ട്? രണ്ടാമത് വാങ്ങിനാ? അടിപൊളി. ഭക്ഷണമെല്ലാം കൊടുത്തു കഴിഞ്ഞു. PTA കമ്മിറ്റി അങ്ങനെ രണ്ടാളും പാത്രങ്ങളെല്ലാം തേച്ച് കഴുകുന്ന നമ്മളിപ്പോൾ കാണുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റ.